5 വയസ്സുള്ള ഒരു അബ്യൂസ് ഞാൻ ഇതേപോലെ ഒരു സോഷ്യൽ സ്പേസിൽ വർഷങ്ങൾക്ക് ശേഷം അഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായി, എനിക്ക് അറിയില്ലായിരുന്നു ഇത് അബ്യൂസ് ആണെന്ന്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്പേസുകളിൽ നിന്നാണ് ഉണ്ടായത്, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ. ഇങ്ങനെ പേഴ്സണൽ ട്രോമയെന്നായിരിക്കും അല്ലേ പുരുഷ വിരോധികളും സ്ത്രീ വിരോധികളും ഒക്കെ ഉണ്ടാകുന്നത്. എൻ്റെ ഫാമിലിയിൽ വളരെ അടുത്ത വേണ്ടപ്പെട്ട ഒരു കുഞ്ഞുണ്ട്, 3 വയസ്സുള്ള കുട്ടി. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാനിങ്ങനെ കാര്യങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുകയായിരുന്നു. ആ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് ഫാദർ 20 വർഷം മുമ്പ് മരിച്ചു പോയതാണ്. ഗ്രാൻഡ് മദർ വിഡോയാണ്, മദർ ഡിവോഴ്സ്ഡ് ആണ്. ഫാദറിൻ്റെ സൈഡ് വളരെ വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയും അമ്മയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും. ഈ കുഞ്ഞിനുള്ളതൊരു ചേച്ചിയാണ്, അതും 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ്. ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആ ഒരു കുടുംബത്ത് സ്ത്രീകൾ മാത്രമാണുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിലൂടെയാണ് കടന്നു പോകുന്നത്. സോ ആ കുഞ്ഞിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ പുരുഷന്മാരില്ലാതെ തന്നെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവില്ലേ ആ കുഞ്ഞിന് കിട്ടുക. അല്ലെങ്കിൽ ഒരു പക്ഷേ പുരുഷന്മാരുള്ളവരെല്ലാം ഉപദ്രവകാരികളും ശല്യക്കാരുമാണെന്നോ ഉള്ളൊരു ധാരണയിൽ ആ കുഞ്ഞ് എത്തിപ്പെട്ടാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും മിസ്ആൻഡർസ്റ്റുകൾ പലരും ഈ സമൂഹത്തിൽ ഉടലെടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കുഞ്ഞിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കണമെങ്കിൽ